ഈ ഒരൊറ്റ ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഹെൽത്ത് ഫിറ്റ്നസ് ഗോൾ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറയുന്ന ഫോർമുല പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഉദ്ദേശിച്ച ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതെന്താണെന്നല്ലേ, അതാണ് ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ. എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ ഓവർ വെയിറ്റ് ആകുന്ന സമയത്താണ് ഒരുവിധം എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ വരാറ്. അപ്പം എവിടെയാണ് ഈ എക്സ്ട്രാ ഓവർ വെയിറ്റ് എവിടെ വരുന്നതിൻ്റെ പ്രശ്നമാണത്? മെജോറിറ്റിയിലും നമ്മുടെ ബെല്ലി ഫാറ്റിൽ. ഈ ബെല്ലി ഫാറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഫാറ്റ് വരുന്ന സമയത്ത് ആ സമയത്ത് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളിൽ ഒന്നാണ് നമുക്ക് ഈ മെറ്റബോളിക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വരുന്നത്. അതാണ് നമ്മുടെ ഈ പറയുന്ന ഡയബറ്റീസ്, PCOS പോലത്തെ പ്രശ്നങ്ങൾ. അത് എന്തുകൊണ്ടാണ് വരുന്നത്? ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതിനെപ്പറ്റി ഡീറ്റെയിലായി പറഞ്ഞിട്ടുണ്ട്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ ബെല്ലി ഫാറ്റ് വരുന്ന കാര്യത്തിൽ ഹൈ ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ ഡയബറ്റീസ്, പ്രീ ഡയബറ്റീസ്, അതുപോലെ തന്നെ PCOS ഒരു വിഷ്യസ് സൈക്കിളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. PCOS സ്ത്രീകൾക്കാണ് വരാറ്. പിന്നെ ഈ പറയുന്ന കാർഡിയോവാസ്കുലർ ഹെൽത്ത്, ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ഈ പറയുന്ന ആർട്ടറീസൊക്കെ ബ്ലോക്ക് ആവുക, അത് പോരാതെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഹെൽത്തായ ഇറിറ്റേറ്റീവ് ബോൾ സിൻഡ്രോം, അതുപോലെ തന്നെ ഹോർമോൺ ഇഷ്യൂസ്, തൈറോയ്ഡ് ഇഷ്യൂസ്, പുരുഷ ഹോർമോണിൻ്റെ കുറവ്, അതുപോലെ തന്നെ മസ്കുലോ സ്കെൽറ്റൽ പ്രോബ്ലംസ്, ജോയിൻറ്റ് പെയിന്, എക്സ്ട്രാ ബോഡി വെയിറ്റ് വയറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോവർ ബാക്ക് പെയിൻ വരും, മുട്ടുവേദന വരും, ഷോൾഡർ പെയിൻ വരും. ഇതെല്ലാം ഉടലെടുക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ ബോഡി ഫാറ്റ് കാരണമാണ്. ബോഡി ഫാറ്റ് അല്ലേ? അപ്പോൾ ഈ ബോഡി ഫാറ്റ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇത്ര കൂടുതലായിട്ട് വരാനുള്ള കാരണം? പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈസി ആയിട്ട് ഫുഡ് അവൈലബിൾ ആണ്. ഒരു 100 വർഷം മുന്നേ ഭക്ഷണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതുപോലത്തെ ഫുഡൊന്നും ഇല്ലായിരുന്നു. ഇത് 100 വർഷം, ഒരു 50 വർഷം പിറകോട്ട് പോയാൽ മതി. മെജോറിറ്റി നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡാണ്. വളരെ ഈസി ആയിട്ട് എഡിബിൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ പലതും മോഡിഫൈഡ് ആയിട്ട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കഴിക്കാനുള്ള ഒരു ത്വര ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രം നമ്മളിപ്പോൾ എക്സ്ട്രാ ഓവർ വെയിറ്റ് ആവാതെ നമുക്ക് കാക്കാൻ പറ്റും. അപ്പം ഈ ബോഡി ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ ഫാറ്റ് സ്റ്റോർഡ് ആയിട്ട് എനർജിയാണ്. എന്തുകൊണ്ടാണ്? സ്റ്റോർഡ് എനർജിയാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഫോർമുല നമുക്ക് പരിചയപ്പെടാം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എക്സ്ട്രാ എനർജി സ്റ്റോർഡായി നിൽക്കുന്ന ഫാറ്റിൻ്റെ രൂപത്തിലാണ്. ഈ ഭക്ഷണത്തിലുള്ള എനർജീസ് എന്തൊക്കെയാണ്? എനർജി ഏതൊക്കെ വഴിക്ക് കിട്ടുന്നത്? കാർബോഹൈഡ്രേറ്റ്സ്, നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി, പുട്ട്, ചപ്പാത്തി പോലത്തെ. പ്രോട്ടീൻ, മുട്ട, മീൻ, അതുപോലെ ചിക്കൻ, ഇതൊക്കെ പ്രോട്ടീൻ. ഫാറ്റി ഫുഡുകളും ഓയിൽസും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ പറയുന്ന എനർജി നമ്മുടെ ശരീരം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുകയാണ് ഈ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണോ ഫാറ്റ് സ്റ്റോറായി വരുന്നത് അതിൻ്റെ ബാക്ക്വേർഡ് ഇത് കൊണ്ടുകഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഫാറ്റ് ലൂസ് ആക്കാൻ പറ്റും. അതാണ് ഈ പറയുന്ന ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ. ഒരു ശരാശരി മനുഷ്യന് എത്രത്തോളമാണ് കാലറീസ്, അതായത് എനർജി വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുരുഷനാണെങ്കിൽ 2000 മുതൽ 2500 കാലറീസ് എന്ന് പറയുന്ന ഊർജ്ജത്തിൻ്റെ അളവാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാലറീസ് ഓരോ ഭക്ഷണത്തിലും, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും കാലറീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ആവറേജ് നമ്മുടെ ഒരു മലയാളികളുടെ ഡയറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഏകദേശം ടിപ്പിക്കൽ മലയാളി. ഇതൊരു വളരെ ആവറേജ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് 2 ഇടിയപ്പം, ബനാന, അതുപോലെ തന്നെ ഷുഗർ എല്ലാം കൂടി ഒരു 500 കാലറീസിന് അടുത്ത് നമ്മൾ കഴിക്കുന്നുണ്ട്. ലഞ്ചിനാകുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന റൈസും കറിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഏകദേശം ഒരു 500-800 കാലറി അതും കഴിക്കുന്നുണ്ട്. ഈവനിങ് സ്നാക്ക് നമ്മൾ കഴിക്കുന്നുണ്ട്, അതും ഏകദേശം ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും പൊറോട്ടയും കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിപ്സും ചായയും കുടിച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 500-600 കാലറി അതാകുന്നുണ്ട്. ഡിന്നർ നമ്മൾ പുട്ടും കടലയും പോലത്തെ കാര്യങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 600 കാലറി ആവുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു വ്യക്തി കഴിച്ചിരിക്കുന്നത് ഏകദേശം 2000 മുതൽ 3000 കാലറീസ് എടുത്താണ് കഴിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആവറേജ് കാലറി എന്ന് പറയുന്നത് 2000 മുതൽ 2500 കാലറി മതി ഒരു വ്യക്തിക്ക്. അപ്പം അതിനെ മേലെ കഴിച്ചു കഴിഞ്ഞാൽ ആ എക്സ്ട്രാ കാലറീസ് ഫാറ്റായി മാറും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എത്ര കാലറീസ് കഴിച്ചാലാണ് എക്സ്ട്രാ ബോഡി ഫാറ്റായി സ്റ്റോർ ചെയ്യുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി എന്നല്ല ഏതൊരു മനുഷ്യനും ഈ പറയുന്ന ബോഡി ഫാറ്റ് കയറണമെങ്കിൽ അതിനൊരു കണക്കുണ്ട്. സോ ആ കണക്കാണ് 7700 കിലോ കാലറീസ്. അതായത് 7700 കിലോ കാലറീസ് നിങ്ങൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കത്തിച്ച് കളയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോ ബോഡി ഫാറ്റ് നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ കണക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7700 കാലറി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് 1 കിലോ ബോഡി ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. മനസ്സിലായോ? അപ്പോൾ ഇതിലേക്ക് ഞാൻ വരാം. ഇതിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലല്ലോ എങ്ങനെയാണ് നമ്മൾ ബോഡി ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് എക്സ്ട്രാ എനർജി കഴിക്കുന്ന സമയത്ത്. എത്ര ഭക്ഷണമാണ് നമ്മൾ ആവറേജ് ആയിട്ട് വ്യക്തി വേണ്ടത്? 2000-2500 കാലറീസ്. നമ്മൾ ആവറേജ് ഭക്ഷണം ഒരു മലയാളി ഭക്ഷണത്തിൽ എത്രത്തോളം കാലറീസ് ഉണ്ട്? 3000 കാലറീസ്. അപ്പോൾ എക്സ്ട്രാ ഏകദേശം 500 കാലറി വെച്ച് നമ്മൾ ഡെയിലി കഴിക്കുകയാണ്.
അപ്പം 7×5 = 35, ഏകദേശം 3500 കാലറീസ് വീക്കിലി നമ്മൾ എക്സ്ട്രാ കഴിക്കുകയാണ്. അതായത് ഏകദേശം 500 ഗ്രാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബോഡി വെയ്റ്റ് ഗെയിൻ ചെയ്യും. അതും ഫാറ്റായിട്ട് നമ്മൾ ഗെയിൻ ചെയ്യും. മനസ്സിലായല്ലോ? ഇതാണ് അതിൻ്റെ കണക്ക്. അങ്ങനെ 2 ആഴ്ച കൂടുന്ന സമയത്ത് 1 കിലോ ബോഡി ഫാറ്റ് വെച്ച് കയറും. അതാണ് പ്രത്യേകിച്ച് ബോഡി ഫാറ്റ് കയറുന്ന ഒരു മാത്തമാറ്റിക്സ്. ഇനി നമ്മൾ ഈ ഫോർമുലയിലേക്ക് വരാം. ഇപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാലറീസ് നമ്മൾ ബോഡി എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡ് ഒരു ശരാശരി പുരുഷന് വേണ്ടത് ഏകദേശം 2000 മുതൽ 2500, ഒരു സ്ത്രീകൾക്ക് വേണ്ടത് 1500 മുതൽ 2000 കാലറീസ് വരെയാണ്. അപ്പോൾ ഈ കാലറീസ് നമ്മൾ ശരീരത്തിന് അത്യാവശ്യമാണ്. എങ്ങനെ അതിജീവനത്തിനായിട്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് എന്ന് പറയാം. അതിൻ്റെ ഫോർമുലയാണ് ഫസ്റ്റത്തത് ബേസൽ മെറ്റബോളിക്. ഏകദേശം 70% ഇപ്പോൾ 2000 കാലറി കഴിക്കുകയാണെങ്കിൽ ഈ 2000 കാലറീസിൻ്റെ ഏകദേശം 70% യൂട്ടിലൈസ് ചെയ്യുന്നത് ബേസിക്കായ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് വേണ്ടിയിട്ട്, നമ്മുടെ ഹാർട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി, മസിൽ, ഫാറ്റ്, അതുപോലെ ഡൈജഷന്, കിഡ്നീസ്, ലിവർ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ആവശ്യമുണ്ട്. ആ എനർജി ഏകദേശം യൂട്ടിലൈസ് ചെയ്യുന്നത് 70% യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിലാണ്. ഓക്കെ, 70% അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും ബോഡി. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റബോളിസം കൂട്ടുക എന്നൊക്കെ പറയുന്ന സംഭവമില്ല. മെറ്റബോളിസം കൂടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ സംഭവത്തിൽ മസിൽ എന്ന് പറയുന്ന സംഭവം, ഫാറ്റ് എന്ന് പറയുന്ന സംഭവം ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യലുള്ള സംഭവങ്ങളാണ്. ഹാർട്ട് ഗ്രോ ചെയ്യും, ബ്രെയിൻ ഗ്രോ ചെയ്യും, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഗ്രോത്ത് ആകുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം കൂട്ടുന്ന രീതിയിൽ ഒരു ടിഷ്യൂ ഗ്രോ ആകുന്നുണ്ടെങ്കിൽ അത് മസിൽ ടിഷ്യൂ ആണ് കൂടുതലായിട്ട്. ഫാറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവും? രണ്ടും അതിജീവനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർവൈവലുമായി ബന്ധപ്പെട്ട് പണ്ട് കാലഘട്ടത്തിൽ ആൾക്കാർ അധികം ഭക്ഷണം ഇല്ലാത്ത കാരണത്താൽ അവർ എപ്പോഴെങ്കിലും എക്സ്ട്രാ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ എക്സ്ട്രാ ഭക്ഷണം ഫാറ്റായി സ്റ്റോർ ചെയ്ത് വെക്കുകയും പിന്നെ ഭക്ഷണം ഇല്ലാത്ത സമയത്ത് ആ ഫാറ്റ് യൂട്ടിലൈസ് ചെയ്ത രീതിയിലായിരുന്നു കുറേ ആയിരക്കണക്കിന് വർഷത്തോളം മനുഷ്യന്മാർ ജീവിച്ചിരുന്നത്. പെട്ടെന്ന് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 100 വർഷത്തിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് കൊണ്ട് സംഭവിച്ച സംഭവമാണ് ഈ ഓവർ വെയിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. എന്തുകൊണ്ടാണ്? കൂടുതൽ ഭക്ഷണം അവൈലബിൾ ആയി, മനുഷ്യന്മാരുടെ എല്ലാ ആക്ടിവിറ്റീസുകളും ഈസി ആയി തുടങ്ങി. ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ ഈസി ആയ കാരണത്താൽ അധികം എനർജി ചിലവാകുന്നില്ല. അപ്പം ഈ എനർജി ചിലവാകുന്ന ഫസ്റ്റ് ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന മെറ്റബോളിസം എന്ന് പറയുന്ന സംഭവം ആണ് ഫസ്റ്റ് 70% ബേസൽ മെറ്റബോളിക് റേറ്റ്. അത് കഴിഞ്ഞിട്ടാണ് നീറ്റ് എന്ന് വെച്ചാൽ നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ ഒരു വ്യക്തി ഉറങ്ങുകയാണെങ്കിൽ അതിൻ്റെ 1 മണിക്കൂർ നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ള 63% ഓഫ് ആർ ഡേ, 63% നമ്മുടെ ലൈഫിനെ 63% നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ പുറത്ത് ജസ്റ്റ് പോയി നടക്കാൻ പോകുക, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോവുക, അല്ലെങ്കിൽ നമ്മൾ ഫോൺ എടുത്ത് അങ്ങോട്ട് നടക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈസി ആയ നമ്മളിങ്ങനെ മൂവ് ചെയ്യുക, ഈ സ്പേസിൽ കൂടെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന സംഭവം, അതാണ് ശരിക്കും പറഞ്ഞാൽ നോൺ എക്സസൈസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അധികം ആൾക്കാർ ഇതുപോലും ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ആ രീതിയിൽ കൂടെ ചിലവഴിച്ച് പോകേണ്ടത്, അതും കൂടി ചിലവഴിക്കാതെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ എക്സ്ട്രാ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും നമ്മുടെ ബോഡിയിൽ ഫാറ്റായിട്ട്. ഓക്കെ, അപ്പം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കാലറി ചിലവഴിച്ച് പോകും. ചിലവഴിക്കാത്ത രീതിയിൽ നിന്ന് കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഏകദേശം ഒരു 10% ബോഡി ഈ ഊർജ്ജം ചിലവഴിക്കുന്നുണ്ട്. അത് ഏതുതരം ഭക്ഷണം കഴിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ചിലവാക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ് എന്ന് പറയുന്നത്. അതിൽ പ്രോട്ടീൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 100 ഗ്രാം പ്രോട്ടീൻ കഴിച്ചാൽ 30 ഗ്രാമോളം ആ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര ആൾക്കാർ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നുണ്ട്? പ്രോട്ടീൻ കാരണം കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് പെട്ടാണ് ഈ പുട്ട്, ഇഡ്ഡലി, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ചപ്പാത്തി സംഭവങ്ങളൊക്കെ. 2 ഇഡ്ഡലിയും നല്ല ഒരു ദിവസം ഒരാൾ രാവിലത്തെ മീലിൽ നിന്ന് കഴിക്കുക, അവർ മിനിമം ഒരു 5-6 കഴിക്കും. അതിന് കൂടെ തന്നെ എക്സ്ട്രാ ചായ, പാല് പറഞ്ഞ ചായ, അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ജ്യൂസോ കാര്യങ്ങൾ, അതിന് മേലെ അത് കഴിഞ്ഞാൽ തന്നെ പിന്നെ വീണ്ടും ഒരു ചായ ചിലപ്പം കഴിക്കും. അപ്പോൾ അങ്ങനെ ആഡ് ഓൺസ് 6 കാലറീസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പ്രോട്ടീൻ എന്ന് പറയുന്ന സംഭവം ഇപ്പം നമ്മൾ മലയാളികളുടെ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തിരുന്നു. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ്. 34 ഗ്രാംസ് പ്രോട്ടീൻ ഉള്ളു. കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഏകദേശം 300 ഗ്രാമോളം. ഫാറ്റ് എന്ന് പറയുന്നത് ഫാറ്റ് ആക്ച്വലി ഒരു നല്ലതാണ്, പക്ഷേ എന്ത് തരം ഫാറ്റാണ് കഴിക്കുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റുകളെ പറ്റി നമുക്ക് കുറേ കേട്ടിട്ടുണ്ടല്ലോ, അതിലേക്കൊക്കെ ഞാൻ വരാം. അതിന് മുൻപായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ഈ 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ ഏറ്റവും അവസാനമായിട്ടാണ് നമ്മുടെ ഡെയിലി എനർജി എക്സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഈ സ്ട്രെങ്ത് ട്രെയിനിങ്, ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യാനുള്ള സംഭവം ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ 5% എനർജി അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫോർമുല എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഏകദേശം ബേസൽ മെറ്റബോളിക് റേറ്റിന് 70%, പിന്നെ സിമ്പിളായ ആക്ടിവിറ്റീസ് നടത്തം പോലത്തെ കാര്യത്തിൽ ഏകദേശം 15%, പിന്നെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ 10%, പിന്നെ നമ്മൾ എക്സ്ട്രാ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ അതിൽ 5%. ഇത് സിംപ്ലിഫൈ ചെയ്യും. ഇപ്പോൾ കേൾക്കുന്ന സമയത്തോ ഇതൊക്കെ കുറേ ഉണ്ടല്ലോ, ഇതൊന്നും മനസ്സിലാവുന്നില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആകുന്നെങ്കിൽ
നിങ്ങൾ ഫോളോ ചെയ്ത് മിനിമം ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട ഒരു ബേസിക്കായ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡിയോ 6000 8000 സ്റ്റെപ്സ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കാർഡിയോ നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ കഴിക്കുക. അതാണ് നമ്മുടെ TEF ഫോർമുലയിൽ നിന്ന്. അതായത് നിങ്ങൾ 80 കിലോ വെയിറ്റുള്ള ഒരു ആളാണെങ്കിൽ ഓരോ കിലോന് ഓരോ ഗ്രാം വെച്ചിട്ട് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുക. ദാറ്റ് മീൻസ് 80 കിലോ ഉള്ള ആൾ 80 ഗ്രാം പ്രോട്ടീൻ കഴിക്കുക. പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്, എന്തെങ്കിലും തരത്തിലുള്ള ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടോ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. ഇതാണ് ബേസിക് കാര്യം. ഈ സംഭവം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്ത് കഴിയും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എക്സ്ട്രാ ബോഡി ഫാറ്റ് കുറഞ്ഞു പോകും. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാലോ എന്തുകൊണ്ട് ആൾക്കാർ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ മൈൻഡ് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു മോഡിലേക്ക് പോകും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ലോങ് ടേം ആയിട്ട് പോകുക എന്ന് പറയുന്നത് ഒരു നടക്കുന്ന കാര്യമല്ല. അങ്ങനത്തെ ഒരു കൾച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാറുന്നല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തികൾ പോകാറുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത്. കാരണം അധികം ആൾക്കാർ മോട്ടിവേറ്റഡ് അല്ല. അപ്പോൾ അന്നേരമാണ് ഈ പറയുന്ന ഡയറ്റിലേക്ക് ആൾക്കാർ ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ആൾക്കാർ റിസൾട്ട്സ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തരുമോ? ഞാൻ നേരത്തെ പറഞ്ഞ ഡയറ്റിൻ്റെ ഒരു കാലറി കാൽക്കുലേഷൻ ഇല്ലായിരുന്നു. ഏകദേശം 2000 മുതൽ 2500 കാലറീസ് ആണ് ഒരു സാധാരണ പുരുഷന് വേണ്ടത്. അതുപോലെ തന്നെ 1500 മുതൽ 2000 കാലറീസ് ആണ് സ്ത്രീകൾക്ക് വേണ്ടത്. സാധാരണ ഈ പറയുന്ന ഡയറ്റ് പ്ലാനുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 1500 മുതൽ 2000 കാലറീസ് മാത്രമേ അതിലുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട എക്സാക്റ്റ് എമൗണ്ട് ഓഫ് കാലറീസ് അല്ലെങ്കിൽ അതിലേക്കാളും കുറച്ച് 500 കാലറി കുറച്ചിട്ടാണ് നിങ്ങൾ കഴിക്കുന്ന കീറ്റോ ഡയറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ശരീരത്തിന് ആവശ്യമായ ഒരു കാലറി ഉണ്ട്. ഈ 2000 കാലറി എന്ന് പറയുന്ന സംഭവം ഒരാൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചു. കീറ്റോ ഡയറ്റ് കാരണം 1500 കാലറീസ് മാത്രമേ ഈ വ്യക്തി കിട്ടിയില്ലെന്ന് വെച്ചു. ബാക്കി 500 കാലറി ബോഡിക്ക് അത്യാവശ്യമാണ്. ഈ 500 കാലറി എന്ന് പറയുന്ന സംഭവം ശരീരം എവിടെ നിന്ന് എടുക്കാറിയോ? നമ്മുടെ എക്സസ് ബോഡി ഫാറ്റ്. ഈ സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നത് ബെല്ലി ഫാറ്റിന് മുകളിൽ ഫാറ്റും അതിന് വേറെ എവിടെയെങ്കിലും ഫാറ്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് റിക്രൂട്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡീൻ്റെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ആഡ് ഓൺ ആക്കിയിട്ട് എന്ത് യൂട്ടിലൈസ് ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 7700 കാലറി ബേൺ ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോ ബോഡി ഫാറ്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 500 കാലറി വെച്ചിട്ട് ഓരോ ദിവസവും കുറച്ച് കഴിഞ്ഞാൽ ഈ ഡയറ്റ് കാരണം കുറച്ചാൽ 3500 കാലറി ഏകദേശം 1/2 കിലോ ഒരാഴ്ചയിൽ വെച്ച് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ വെറും ന്യൂട്രീഷൻ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അത് ഹെൽത്തി ആണോ? ഹെൽത്തി അല്ല. അവിടെയാണ് അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഡയറ്റുകൾ എന്ന് പറയുന്നത് ഒരൊറ്റ ഡയറ്റിന് എക്സാമ്പിൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കീറ്റോ ഡയറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ ഡയറ്റ്, വീഗൻ ഡയറ്റ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ്, 1 മീൽ ഡേ, പേലിയോ, കാർണിവോർ, ഹൈ കാർബ്, ലോ ഫാറ്റ്, ബ്ലഡ് ഗ്രൂപ്പ് ഡയറ്റ്, അങ്ങനെ പല ഡയറ്റുകൾ. എല്ലാ ഡയറ്റിനും ആവറേജ് കാലറീസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് വേണ്ട ആ ഒരു ആവറേജ് കാലറീസിൻ്റെ അടുത്ത്, അതായത് ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ ആവറേജ് കാലറി അതിന് അത്ര തന്നെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഒരു ഡയറ്റ് എടുക്കുന്ന ആൾക്കാർ ഇതുവരെ ഒരു നോർമൽ ഡയറ്റിൽ പോയിട്ട് പെട്ടെന്ന് ഇതുപോലത്തെ ഒരു സ്പെസിഫിക് ആയിട്ട് ഡയറ്റ് എടുക്കുന്ന സമയത്ത് ആൾക്കാർക്ക് വെയിറ്റ് കുറയുന്നത്. അല്ലാതെ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ആ ഡയറ്റ് ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് വരും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയും? ഈ പറയുന്ന എല്ലാ ജനറൽ പോപ്പുലേഷൻ വിളിച്ച് പറയും കീറ്റോ ഡയറ്റ് ചെയ്തിട്ടാണ് എൻ്റെ വെയിറ്റ് കുറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടാണ് എൻ്റെ വെയിറ്റ് കുറഞ്ഞത്. എൻഡ് ഓഫ് ദി ഡേ എന്താണ് മേജറായിട്ട് അവർ ചേഞ്ച് ചെയ്ത സംഭവം? കാലറീസ്, ഊർജ്ജം. അവർ എക്സ്ട്രാ കഴിക്കുന്ന സാധാരണമായി ഒരു 4000 കാലറി കഴിക്കുന്ന സ്ഥലത്ത് അവരെന്ത് ചെയ്തു? ഈ പറയുന്ന 1500 കാലറി ഉള്ള ഭക്ഷണം കഴിച്ചു. അപ്പം ഈ കാലറീസ് ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എത്ര പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. വെറും ന്യൂട്രീഷൻ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നമ്മൾ വെറും ന്യൂട്രീഷൻ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വെയിറ്റ് കുറയും. ആ വെയിറ്റിനെ കൂടെ നിങ്ങൾ മസിൽ മാസും കുറയും. മസിൽ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ടിഷ്യൂ ആണ്. കാരണം ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഈ മസിൽ വളരെ പെട്ടെന്ന് കാലറീസ് കൺസ്യൂം ചെയ്യുന്ന കാരണത്താൽ ശരീരം എപ്പോഴും മസിലിന് അധികം മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു സ്ഥാനം കൊടുക്കില്ല. നമ്മൾ കറക്റ്റായ രീതിയിൽ പ്രോട്ടീൻ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിച്ചിട്ടില്ലെങ്കിൽ ഈ മസിലും കൂടെ ബേൺ ചെയ്ത് പോയി കളയും. കാരണം മസിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ മെറ്റബോളിസം കൂടും. മെറ്റബോളിസം കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഉള്ള ഫാറ്റ് ലോസും എക്സസ് ബോഡി ഫാറ്റും എന്ത് ചെയ്യും? ലൂസായി പോകും. മനുഷ്യൻ്റെ ഒരു അതിജീവനം അനുസരിച്ച്, സർവൈവൽ അനുസരിച്ച് നമ്മുടെ മെറ്റബോളിസം എന്ന് പറയുന്നത് അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിജീവനം ബുദ്ധിമുട്ടിലാവും. അതായത് മനുഷ്യന്മാരുടെ ഒരു ബേസിക് നേച്ചറാണ് പറയുന്നത്. മനുഷ്യൻ ഹ്യൂമൻ ബോഡി ആസ് എ മെഷീനാണ് പറയുന്നത്, അല്ലാതെ മനുഷ്യന്മാരുടെ സൈക്കോളജിക്കൽ സംഭവം പറയുന്നത്. അപ്പോൾ വെറും ന്യൂട്രീഷൻ മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാർ മെറ്റബോളിസം ഓവർ ടൈമിൽ കുറയും. അതുപോലെ തന്നെ അവർ തിന്നാവും, പക്ഷേ ഒരു ഷേപ്പ് ഉണ്ടാവില്ല. മസിൽ ഡെഫിനേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം മസിലൊക്കെ ശോഷിച്ചു വരും. കാരണം മസിൽ എന്നൊരു ടിഷ്യൂവിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം നമുക്ക് ആ തിക്നെസ്സും ആ ഒരു ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു ഫോമിലൊക്കെ വരും. ഒരു ന്യൂട്രീഷൻ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കാർഡിയോ ഹെൽത്തും കാര്യങ്ങളുണ്ട്. കാരണം കാർഡിയോ ചെയ്യുന്നില്ല, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നില്ല, വെറും ന്യൂട്രീഷൻ മാത്രം. ലോ എനർജി ആയിരിക്കും, പൂർ മൂഡ് ആയിരിക്കും, ഒരു വലിയ ഡെഫിനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷൻ മാത്രം ഫോളോ ചെയ്തിട്ട് ആൾക്കാരെ ഉദ്ദേശിക്കുന്ന വെയിറ്റിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ലോങ് ടേം ആയി പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള
പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജോയിൻറ്റ് പെയിൻസ് വരും, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹോർമോണൽ ഇഷ്യൂസുകൾ വരും. കാരണം വയസ്സാകും തോറും നമ്മുടെ ബോഡി ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ആക്ടിവിറ്റിയും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫോർമുലയിൽ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് സംഭവമാണ് കാർഡിയോ ആൻഡ് സ്ട്രെങ്ത് ട്രെയിനിങ്. ഈ രണ്ട് സംഭവം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് വിട്ടു കഴിഞ്ഞാലും എന്ത് പറ്റും, ബോഡി അതിന് എതിരായിട്ട് പ്രവർത്തിക്കും. അപ്പം വെറും കാർഡിയോ മാത്രം ചെയ്തിട്ട് ന്യൂട്രീഷൻ ഒന്നും ഫോളോ ചെയ്യാതെ സ്ട്രെങ്ത് ട്രെയിനിങ് ഫോളോ ചെയ്യാതെ റിസൾട്ട് കിട്ടുമോ? അതും റിസൾട്ട് കിട്ടും. എഗെയിൻ വളരെ റിസ്കിയായ റിസൾട്ട് ആയിരിക്കും. കാരണം കുറേ എക്സ്ട്രാ കാർഡിയോ ചെയ്യുന്നുണ്ടാവും, ഭക്ഷണത്തിലൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കുന്നുണ്ടാവില്ല. ഒരൊറ്റ മാസം അല്ലെങ്കിൽ അടുത്ത് ഫസ്റ്റത്തെ 1-2 മന്ത്സിൽ ചിലപ്പോൾ റിസൾട്ട്സ് കിട്ടിയെന്ന് വരും. ചിലപ്പോൾ 1-2 കിലോ കുറയും, അല്ലെങ്കിൽ 4 കിലോ കുറഞ്ഞു വരും. ചില സമയത്ത് ഈ പറയുന്ന കാർഡിയോ ചെയ്യുന്ന ഒരു ആവേശത്തിൽ എന്ത് ചെയ്യും, ചിലപ്പം കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യും. പിന്നെ അടുത്ത മാസം എന്ത് ചെയ്യും, അത് വലിയ കൺട്രോളൊന്നും ചെയ്യില്ല, ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ ലാഘവത്തോട് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വെയിറ്റും കാര്യങ്ങളും ഫാറ്റൊക്കെ കുറച്ച് കുറയും ചെയ്യും. പിന്നീട് ഈ റിസൾട്ട് അവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ട്, അത് കിട്ടാത്ത സമയത്ത് ഈ കാർഡിയോ അവർ നിർത്തുകയും ചെയ്യും. പിന്നെ ഇവിടെ വരുന്ന വേറൊരു പ്രശ്നം വെച്ചാൽ കുറേ കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിന് വേണ്ടി മാത്രമായിട്ട് അഡാപ്റ്റ് ആവും. ഇപ്പോൾ ഈ ലോങ് ഡ്യൂറേഷൻ റൺ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ആഫ്രിക്കൻ റണ്ണേഴ്സൊക്കെ കണ്ട ഈ മാരത്തൺ റണ്ണേഴ്സ്, അവരൊക്കെ കണ്ട് വളരെ ശോഷിച്ച് ഭയങ്കര മെലിഞ്ഞ് ഒട്ടി നിൽക്കുന്നത്. അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ മാരത്തൺ ആത്ലീറ്റ് അവരുടെ ആ രീതിയിൽ അവർ ന്യൂട്രിയൻസ് കഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു സാധാരണ വ്യക്തി വെറും കാർഡിയോ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായ രീതിയിൽ ന്യൂട്രീഷൻ ഒന്നും ഫോളോ ചെയ്ത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഹെൽത്തി ആയിട്ടാണ് വരും. അപ്പോൾ ഈ വെറും കാർഡിയോ മാത്രം ചെയ്ത് ന്യൂട്രീഷൻ ഒന്നും വേറെ പ്രോപ്പർ ന്യൂട്രീഷൻ ഒന്നും ഫോളോ ചെയ്യാതെ സ്ട്രെങ്തനിങ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഹെൽത്തി. എഗെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഫോർമുല കറക്റ്റായ രീതിയിൽ ഫോളോ ചെയ്യാതെ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ ന്യൂട്രീഷൻ കാർഡിയോ ചെയ്തു പക്ഷേ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തില്ല എന്ന് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ആവുമോ? വെയിറ്റ് ലോസ് ആവും. ചില ആൾക്കാരുണ്ടാവും ഈ പറഞ്ഞ കീറ്റോ ഡയറ്റും ചെയ്യും, അതുപോലെ തന്നെ കാർഡിയോയും ചെയ്യും, വളരെ പെട്ടെന്ന് വെയിറ്റ് ലോസ്. എനിക്കും ക്ലയൻസ് ഉണ്ട് അതുപോലെ തന്നെ, അവർ വെയിറ്റ് ലോസ് ആവും, വളരെ പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടും, അവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് ഒരു തവണ പെട്ടെന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ന്യൂട്രീഷനും സ്റ്റോപ്പ് ചെയ്യും, അതുപോലെ തന്നെ കാർഡിയോയും സ്റ്റോപ്പ് ചെയ്യും. ആ സമയത്താണ് ഈ പറഞ്ഞ ഒരു യോയോ മോഡിൽ ബോഡി എത്ര വെയിറ്റ് ആണോ കുറഞ്ഞത്, ഇപ്പോൾ 10 കിലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അതൊരു 15 കിലോ ആക്കിയിട്ടാണ് ബോഡി കയറുക. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വെയിറ്റ് റീഗെയിൻ ഹാപ്പൻ ചെയ്യുന്നത്? ബോഡീൻ്റെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസമാണ്. പെട്ടെന്നൊരു സീസണിൽ നമ്മൾ വെയിറ്റ് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ, ഫാറ്റ് കുറച്ച് കഴിഞ്ഞാൽ, ബോഡിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കുന്നത് ഒന്നെങ്കിൽ ഭക്ഷണമില്ലാതെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്. പണ്ട് കാലഘട്ടത്തിൽ മനുഷ്യന്മാർക്ക് പെട്ടെന്ന് ഒരു ഫാമിൻ, എന്തെങ്കിലും ഒരു വരൾച്ച വരുന്ന സമയത്താണ് ഇങ്ങനത്തെ സംഭവം നടക്കാറ്. അപ്പോൾ ബോഡി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്, എപ്പോഴാണ് എനിക്ക് അടുത്ത ഭക്ഷണം കിട്ടുന്നത്, അപ്പം ഞാൻ ഇതിനെ എൻ്റെ മെറ്റബോളിസം കുറച്ചിട്ട്, അതായത് നമ്മുടെ ബേസിൽ മെറ്റബോളിക് റേസും എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതങ്ങ് കുറച്ചിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് മാക്സിമം ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബോഡിയുടെ മെഷീൻ എന്ത് ചെയ്യും, നേരെ തിരിഞ്ഞു വരും. ആ സമയത്താണ് 10 കിലോ കുറഞ്ഞ ആൾക്കാർ അടുത്തൊരു 6 മാസത്തിന് ശേഷം 20 കിലോ വെച്ച് തിരിച്ച് കയറുകയും ചെയ്യും. പക്ഷെ അവർ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലോ വളരെ കുറച്ചായി ചില സമയത്ത് അവർ കഴിക്കുക. അവർ ആ കീറ്റോ ഡയറ്റ് പോലത്തെ സംഭവം ഫോളോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യണം. ഈ സെയിം ഡയറ്റ് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ചില സമയത്ത് അവർക്ക് 10 കിലോ കുറഞ്ഞിട്ട് 15 കിലോ അല്ല 5 കിലോ അല്ലെങ്കിൽ 20 കിലോ എക്സ്ട്രാ കയറിയിട്ടുണ്ടാവും. കയറാനുള്ള കാരണം മെറ്റബോളിസം കുറയും, മെറ്റബോളിസം അഡാപ്റ്റ് ആവും. മെറ്റബോളിസം എന്ന സംഭവം വളരെ നമ്മുടെ ബോഡിയെ സർവൈവലുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പം വളരെ പെട്ടെന്ന് അത് അഡാപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഫോർമുല മൊത്തം ഫോളോ ചെയ്യുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യുക. സ്മാർട്ടായ രീതിയിൽ ന്യൂട്രീഷൻ ഫോളോ ചെയ്യുക, കറക്റ്റായ രീതിയിൽ പ്രോട്ടീൻ, ഫ്ലെക്സിബിൾ ഡയറ്റിംഗ് എന്ന് പറയും. ഫ്ലെക്സിബിൾ ഡയറ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ആ ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈലിലെ ഭക്ഷണത്തിൻ്റെ കാലറീസിനെ മനസ്സിലാക്കി അതിൻ്റെ പ്രോട്ടീനിൻ്റെ ഇൻടേക്ക് കൂട്ടി കാർഡിയോ എക്സസൈസുകൾ ചെയ്ത് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നൊരു സംഭവമാണ് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ റോഡ് മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെലിഞ്ഞ ആൾക്കാർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് അവർക്ക് ഗെയിൻ ചെയ്യുന്ന മസിൽ മാസാണ്, അവർക്ക് വേണമെങ്കിൽ ശരിക്കും പ്രോട്ടീനും സ്ട്രെങ്ത് ട്രെയിനിങ് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ നല്ല രീതിയിൽ പ്രോട്ടീനും കഴിക്കുക, അതുപോലെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന ഫോർമുലയുടെ തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് അത് എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈ പറയുന്ന വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ അങ്ങനെ തന്നെയാണ് നടത്തിയത്. ഈസി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പോൾ തടി കുറയ്ക്കാനാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് ആൾക്കാരാണ്, നിങ്ങൾ കാർഡിയോയും ചെയ്യണം, അതിനൂടെ പ്രോട്ടീനും കഴിക്കണം, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാവരും വിചാരിക്കും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ, അറിയുന്ന കാര്യമാണ്. പക്ഷേ എത്ര കാലം നിങ്ങളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തുറന്നു കൊണ്ടുപോയിട്ടുണ്ട്. കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. ഇതിനെപ്പറ്റി റൂട്ടീൻ ബിൽഡ് ചെയ്യുന്നത്, ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതിൻ്റെ ആ ബേസിക് ഫോർമുല നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. എന്ത് തരം ഗിമിക്സ് ആൾക്കാർ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോർമുല എന്ന് വെച്ചാൽ ഈ ഫോർമുലയാണ്. ഈ ഫോർമുലനെ പല രീതിയിൽ റാപ്പ് ചെയ്തിട്ട് പല റാപ്സ് വെച്ചിട്ടാണ് ചില ആൾക്കാർ പല രീതിയിൽ സംഭവങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. സപ്ലിമെൻറ്റ്സുകളിൽ നമ്മുടെ ബർബ ലൈഫ് അവരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ കാലറി കൺട്രോൾഡ് ആയ ഒരു സപ്ലിമെൻറ്റ് സ്റ്റാക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡയബറ്റീസിനും വെയിറ്റ് ലോസിനൊക്കെ. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ സപ്ലിമെൻറ്റ് സ്റ്റാക്ക് അടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, അവർക്ക് വളരെ കുറഞ്ഞ കാലറി കഴിക്കുന്നു. ആ കാരണത്താൽ അവരുടെ വെയിറ്റ് ലൂസ് ആവുന്നു.
സിമ്പിൾ. അല്ലാത്ത വലിയ റോക്കറ്റ് സയൻസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ അൺഹെൽത്തി ആൾക്കാർ, അതായത് ഡയബറ്റീസ്, അതുപോലെ തന്നെ PCOS, PCOD അങ്ങനത്തെ ആൾക്കാർ സംഭവിക്കും, അവർക്കും ചെയ്യേണ്ട സംഭവം കാർഡിയോ, പ്രോട്ടീൻ, സ്ട്രെങ്തനിങ്. ഈ സംഭവം ബേസിക്കായ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊണ്ടുപോയി തന്നെ ഓട്ടോമാറ്റിക് നിങ്ങൾ റിസൾട്ട് വരും. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കൽ ന്യൂട്രീഷൻ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ക്ലിനിക്കൽ ന്യൂട്രീഷൻസിലൊക്കെ എന്തെങ്കിലും രോഗിയായി കിടന്ന ആൾക്കാർക്ക് ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഹോസ്പിറ്റലൊക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. സാധാരണ ആൾക്കാർക്ക് ഇങ്ങനത്തെ ചില ആൾക്കാർ ഞാൻ കാണാറുണ്ട്, ഈ ഫ്ലാക്സ് സീഡ്സ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലൊരു ഡയറ്റിംഗ് ഉണ്ടാക്കും. എന്തിന്? അതൊന്നും നിങ്ങൾക്ക് കാലാകാലം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വിചാരിച്ച റിസൾട്ട്സ് നിങ്ങൾ വിചാരിച്ച ടൈമിൽ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ എത്ര കാലം ഈ സെയിം ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യും? യു കാൺ ഡു ദാറ്റ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ പറയുന്ന ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ തന്നെ മറ്റേത് മറിച്ചതൊക്കെ. ഇതൊക്കെ ഫൈബർ കണ്ടന്റ്, അതുപോലെ തന്നെ അതിൽ കുറച്ച് കാലറീസ് ഉള്ളും. ഈ സംഭവങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു മിഥ്യാധാരമുണ്ട്, ഇതെന്തോ അത്ഭുതം മരുന്നാണ്, ഇത് കഴിച്ചാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഫാറ്റ് ലൂസ് ആവും. നോ, നിങ്ങൾ കാലറി അങ്ങ് റെഡ്യൂസ് ആയി വരികയാണ്. ആ കാരണത്താൽ നിങ്ങൾ ഒരു താൽക്കാലികമായിട്ടൊരു വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പം അത് ലോങ് ടേം ആയി കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലില്ല. അപ്പോൾ ലോങ് ടേം ആയി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫോർമുലയാണ് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. അത് ദെൻ യു ക്യാൻ അപ്ലൈ ടു എനിവെയർ. സോ സിംപ്ലിഫൈഡ് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ പാറ്റേൺ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുക. ആ ലൈഫ് സ്റ്റൈൽ പാറ്റേണിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ ട്രെയിനിങ്ങിലും ന്യൂട്രീഷനിലും നമ്മൾ ആസ് എ ഫിറ്റ്നസ് കോച്ച് നമ്മുടെ ന്യൂട്രീഷനും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലയൻസിനെ പഠിപ്പിക്കുന്നത്. അവർ കഴിക്കുന്ന ഭക്ഷണം ഏത് തന്നെ കഴിക്കഴിഞ്ഞാലും ആ കഴിക്കുന്ന ഭക്ഷണം എത്ര കാലറീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കും. അതിനെന്ത് ചെയ്യും? നമ്മൾ എത്ര കാലറീസാണ് നിങ്ങൾ കഴിക്കേണ്ടത്, എത്ര കാലറീസാണ് നിങ്ങൾ ഇതുവരെ കഴിച്ചത് എന്ന രീതിയിൽ ഒരു കണക്ക് അവരെ പഠിപ്പിച്ച് ഇവൻച്വലി ആ ഒരു നോളജ് ബൈ ഹാർട്ടായിട്ട് വരും. പിന്നെ അവർ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവർക്ക് മനസ്സിലാവും ഞാൻ എത്ര കഴിക്കുന്നുണ്ട്, എൻ്റെ ബോഡിക്ക് എത്ര വേണം. അവർ ഹങ്കർ ലെവൽ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് വേണ്ട പ്രോട്ടീൻ എത്രയാണ് കഴിക്കുന്നത് ഒന്നും അളന്ന് പിടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. കണ്ടുകൊണ്ട് നോക്കിയാൽ അവർക്കത് മെഷർ ചെയ്യാൻ പറ്റും. ആ രീതിയിലേക്ക് അവർ സ്കില്ല് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അതാണ് ഈ ഫിറ്റ്നസ് കോച്ചിങ്ങിൻ്റെ നമ്മൾ ചെയ്യുന്ന ഹോളിസ്റ്റിക് ഹെൽത്ത് കോച്ചിൻ്റെ ഒരു ആകത്തുക. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരൊറ്റ ഫോമിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബ്രെയിനിൽ എപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾ എന്തും ആകട്ടെ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളായ രീതിയിൽ ഞാൻ പറഞ്ഞു തന്നു. കാർഡിയോ, വെയിറ്റ് കുറയ്ക്കേണ്ട ആൾക്കാരാണെങ്കിൽ ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് കാർഡിയോ എക്സസൈസുകൾ ചെയ്യുക. ഈ കാർഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ നടക്കാൻ പോവുക എന്ന് പറയുന്നത് നിങ്ങളിപ്പം ഇതിനു വേണ്ടി നടക്കുന്ന നിർബന്ധമില്ല. ഷോപ്പിങ്ങിന് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കുട്ടികളുമായിട്ട് നമ്മുടെ പുറത്ത് പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് നടക്കാൻ പോവുക, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ കൂടുതൽ ഡെയിലി ഒരു ഫിസിക്കലായ രീതിയിൽ ഈസിയായ രീതിയിൽ ഡ്രസ്സൊന്നും നിങ്ങൾ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന നടക്കാൻ പോകാവുന്ന രീതിയിൽ ജസ്റ്റ് ലൈറ്റായ രീതിയിൽ രാവിലെ ഒരു 20 മിനിറ്റ്സ്, വൈകുന്നേരം 20 മിനിറ്റ്സ് നിങ്ങൾ കാറ് പാർക്ക് ചെയ്യണം, കുറച്ച് ദൂരത്ത് പാർക്ക് ചെയ്യുക. നിങ്ങൾ എലിവേറ്റർ എടുക്കുന്നതിന് പകരം നിങ്ങൾ സ്റ്റേഴ്സ് എടുക്കുക. ആ രീതിയിലൊക്കെ നിങ്ങളെ ലൈഫ് സ്റ്റൈലിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ ഈ പറയുന്ന കാർഡിയോ ഓട്ടോമാറ്റിക്കലി ഹിറ്റ് ആവും. ഈ 6000 8000 സ്റ്റെപ്സ് ഒക്കെ ഇന്നത് എത്രയോ മെഷറബിൾ ടൂൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ കാര്യമാണത്. ബോഡി വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് അത് മാത്രം യൂസ് ചെയ്യാം. അപ്പം എൻ്റെ ട്രെയിനിങ്ങിൽ ഓൺലൈൻ കോച്ചിങ്ങിൽ ഞാൻ തരുന്നുണ്ട്. ഈ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ട്രെയിനിങ് ചെയ്യേണ്ടത്, ഏതാണ് അത് കറക്റ്റ് ഫോം, ഈസി. എത്രയോ വീഡിയോസ് നമ്മൾ യൂട്യൂബിലും കിടക്കുന്നുണ്ട്. പോരാതെ നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വേണമെങ്കിൽ ഒരു 1-2 മാസം നിങ്ങൾ ആ ട്രെയിനിങ് ഓൺലൈൻ കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ള സംഭവമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആഡ് ഓൺ ചെയ്യുന്നത്. അതാണ് സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ എത്ര ഉണ്ട് എന്നത് ഓരോ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. ചില ആൾക്കാർ ഗൾഫിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, ചില ആൾക്കാർ യൂറോപ്പിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, ചില ആൾക്കാർ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എല്ലാ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. അത് പല ഭക്ഷണ രൂപങ്ങളിലായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും പറ്റണം. പക്ഷേ ആ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിൽ എത്തിയോ എന്ന് നിങ്ങൾ നോക്കണം. അത് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബോഡി എന്ത് ചെയ്യും? എക്സ്ട്രാ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന രീതിയിലുള്ള ത്വര കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ സ്വീറ്റ് വിത്ത്, അതുപോലെ തന്നെ ചീസി കഴിക്കാനുള്ള ഒരു ആഗ്രഹം, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ പ്രോട്ടീൻ അവർ കഴിക്കാത്ത കാരണത്താലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹങ്കർ ലെവൽ കുറയുകയും ചെയ്യും. കാരണം പ്രോട്ടീൻ ദഹിപ്പിക്കാൻ കൂടുതൽ സമയം എടുക്കുന്ന കാരണത്താലും അതുപോലെ തന്നെ കൂടുതൽ എനർജി എടുക്കുന്ന കാരണത്താലും നമ്മുടെ ബോഡി ഈ സിഗ്നൽ കൊടുക്കും, വിശപ്പ് ആയി, ഫുള്ളായി എന്ന് പറയുന്നത്. എഗെയിൻ ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഓരോ ന്യൂട്രീഷനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അത് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ആയി അതിന് ആൻസേഴ്സ് ആയിട്ട് വരും വീഡിയോയിൽ പറയാനും. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.